പുതിയ ചിത്രം ആനന്ദ് ശ്രീകാന്ത് അത് ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയിക്കാം. കാരണം പൂജ മാത്രമല്ല കേട്ടോ, എല്ലാം ഇനി ബാക്കി വഴിയെ പറയാം. അതാണ് നല്ലത്. ബ്രഹ്മയും 15 ഇറങ്ങാണ്, എക്സൈറ്റഡ് ആണ്. നല്ല എക്സൈറ്റ്മെൻറ്റാണ്. ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറായതുകൊണ്ട് ആൾക്കാരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എക്സൈറ്റ്മെൻറ്റ്. ഈ ഇപ്പം മമ്മൂക്കയുടെ നായകനായിട്ടാണ് എത്തുന്നത്. അത് നിങ്ങൾ നിർത്തി പറയണത്. നിങ്ങൾ എന്താ ആരാ പറഞ്ഞത്? നമ്മുടെ സിനിമയിൽ ആരും പോലും പറഞ്ഞില്ല. ഇപ്പം 15 ഇറങ്ങാമെന്നെടുത്തു. പ്രേക്ഷകർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മമ്മൂക്കാനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം റിലീസായത് 80s ലാസ്റ്റാണ്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം നമുക്ക് ഞാൻ അഭിനയം തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോലും പറ്റും. ചിലപ്പോൾ ഒരു സീനൊക്കെ വേറെ ഡയറക്ടർ കൺസിഡർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നല്ലാണ്ട് ഇത് ത്രൂ ഔട്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇങ്ങനത്തെ ഒരു പടം കൂടെ പൊളിയാണ്. ഈ ഹൊറർ ആണെന്ന് പറഞ്ഞിട്ടും കമ്പാരിറ്റീവ്ലി രാഹുലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇൻ്റർവ്യൂസിൽ, ഭൂതകാലം പോലത്തെ അത്രയും ഹൊറർ ഫാക്ടേഴ്സ് ഇല്ലാത്ത പക്ഷേ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സർവൈവൽ ത്രില്ലർ പോലത്തെ ഒരു പരിപാടിയാണ്. അത് വൻ ഹൊററായിട്ട് വന്ന് കാണരുത്, അതാണ് പറയുന്നത്. ഈ മമ്മൂക്കയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മമ്മൂക്കയുടെ ബേസിക്കലുള്ള ആ ഒരു അധികം ചോദിക്കരുത്, എനിക്ക് അതിനെ പറ്റി അധികം പറയാൻ ടെൻഷനാണ്. അതെ, അങ്ങനെ തന്നെ നോക്കട്ടെ. ഈ മഞ്ഞുമേല പിള്ളേർ പൊളിക്കുവാണല്ലോ, അത് അടിപൊളിയല്ലേ അതെ. ഇപ്പൊ അർജുനും ഇപ്പം രോമാഞ്ചത്തിലൊക്കെ വന്ന് നെട്ടിച്ച പോലെ മഞ്ഞുമേല ഒരു ഗസ്റ്റ് റോൾ ഇല്ല കണ്ടെങ്കിൽ തുറന്നു